ഡേറ്റ അനാലിസിസ് പോയി, ഡേറ്റ സയൻസ് പോയി, എല്ലാം പോയി. കാരണം ഇതിനകത്താണ് ബാക്കിയെല്ലാം കിടക്കാൻ പോകുന്നതിന്. അതിൻ്റെ ഒരു യൂസ് കേസ് നമുക്ക് നോക്കിയിട്ട് പോകാം. ഡിക്ഷണറി നമ്മളിപ്പം ഒരു സി വി ഉണ്ടാക്കി. ഞാനത് പറയുന്നത് നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. സി വി ഈസ് എൻ ഒബ്ജക്റ്റ്. അതുപോലെ ഞാൻ പറയുന്നു ഹ്യൂമൻ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറയുന്നത്. എൻ്റെ കീബോർഡ് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. ഒബ്ജക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ ഒബ്ജക്റ്റിന് സർട്ടൻ ക്വാളിറ്റീസ് ഉണ്ട്. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഉണ്ട്. അതല്ലാതെ ഞാനിപ്പോൾ ഒരു സി വി എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ സി വിക്ക് നമുക്കൊരു നെയിമുണ്ട്, അതിനെ അസോസിയേറ്റ് ചെയ്തൊരു വാല്യൂ ഉണ്ട്. ഏജ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ജെൻഡർ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. കോൺടാക്റ്റ് ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഇമെയിൽ അഡ്രസ് ഉണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്നതെല്ലാം ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും എല്ലാം എഴുതുന്നത്. നിങ്ങൾ കാണുന്ന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയൊരു ബില്ല് വാങ്ങിച്ചാൽ കിട്ടും, നിങ്ങളുടെ മെനു ഒരു ഡിക്ഷണറിയാണ്. നിങ്ങൾ ബില്ലിനകത്ത് നിങ്ങളുടെ പർച്ചേസ് ബില്ല് ഇൻവോയ്സിൽ കിട്ടുന്നത് ഒരു കീ വാല്യൂ പെയറാണ്, അതൊരു ഡിക്ഷണറിയാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് വന്നത്. അതുകൊണ്ടാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ വെക്കേണ്ട സാധനമാണ്. കാരണം ചുമ്മാ അത് പറഞ്ഞിട്ട് ക്ലാസ് ഇൻസ്റ്റൻസ് അത് പറയാൻ അല്ല അത് ഉണ്ടാക്കുന്നത്. അതിന് സെപ്പറേറ്റ് യൂസ് കേസ് ഉണ്ട്. അതെല്ലായിടത്തും ഉപയോഗിക്കേണ്ട. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒരു പ്രോജക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതും ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എപ്പോൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിക്കലാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ ചുമ്മാ ഒബ്ജക്റ്റ് എന്താണ് ചുമ്മാ വലിച്ചു വരി പറയലല്ല.